ഇനി ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാറിന് ജാമ്യമില്ല. കൊല്ലം വിജിലൻസ് കോടതിയാണ് പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ തള്ളിയത്. ദേവസ്വം ബോർഡിന് കൂട്ടുത്തരവാദിത്തം ആണെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ജാമ്യാപേക്ഷയുമായി മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കൊല്ലം വിജിലൻസ് കോടതിയിലാണ് ജാമ്യാപേക്ഷ നൽകിയത്. ഡിസംബർ 18-ന് ജാമ്യ ഹർജി കോടതി പരിഗണിക്കും. വിവരങ്ങൾ നൽകാൻ കൊല്ലത്ത് നിന്നും എം മനോജ് ചേരുന്നുണ്ട്. മനോജ്, ഗുഡ് ആഫ്റ്റർനൂൺ. എന്തുകൊണ്ടാണ് പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളിയത്? പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയിൽ എന്തൊക്കെ നിരീക്ഷണങ്ങളാണ് കോടതി നടത്തിയത്? ഗുഡ് ആഫ്റ്റർനൂൺ അശ്വതി. ഈ ജാമ്യാപേക്ഷ സമർപ്പിച്ചപ്പോൾ തന്നെ കോടതി ഈ കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചിരുന്നു. അതായത് പത്മകുമാറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവസാനം അറസ്റ്റിലാകുന്ന വ്യക്തിയാണ്. CPM-ൻ്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവും കൂടെയാണ്. ഈ പത്മകുമാറിൻ്റെ അറസ്റ്റോടുകൂടി തന്നെ ഈ ശബരിമല കൊള്ളയിൽ അത് രാഷ്ട്രീയ നേതൃത്വത്തിനടക്കം പങ്കുണ്ടെന്ന് വ്യക്തമാകുന്നു. എന്തായാലും പത്മകുമാർ ഈ വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച ജാമ്യഹർജിയിൽ പറയുന്നത് തനിക്ക് മാത്രമല്ല ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കടക്കം കൂട്ടുത്തരവാദിത്തമുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ മിനിറ്റ്സിൽ ചെമ്പന്ത് രേഖപ്പെടുത്തിയതടക്കം എല്ലാവർക്കും അറിയാമായിരുന്നു. പ്രായമായതിനാൽ തനിക്ക് പരിഗണന വേണമെന്നൊക്കെ ആയിരുന്നു ആവശ്യം. എന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ട് കൃത്യമായ കണ്ടെത്തലുകൾ അത് SITയുടെ പക്കലുണ്ട്. എ പത്മകുമാറിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ തന്നെ നിർണായകമായിട്ടുള്ള പങ്ക് ഈ കവർച്ചയിലുണ്ട് എന്നുള്ളത് തന്നെയാണ് കണ്ടെത്തൽ. ഇതുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷൻ വാദം, അതായത് ഈ ഘട്ടത്തിൽ പ്രതിയായിട്ടുള്ള എ പത്മകുമാറിന് ജാമ്യം നൽകേണ്ടതില്ല എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷൻ വാദം. അതായത് പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ടുള്ള പബ്ലിക് പ്രോസിക്യൂട്ടർ ഈ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായും പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് നടപടികളിലേക്കടക്കം SIT കടക്കുമോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി, ആദ്യം അറസ്റ്റിലായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ ജാമ്യാപേക്ഷയുമായി കൊല്ലം വിജിലൻസ് കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അതായത് ബോർഡിലെ എല്ലാവരും അറിഞ്ഞിട്ട് തന്നെയാണ്, എല്ലാവരുടെയും അനുമതിയോടുകൂടിയാണ് താൻ കാര്യങ്ങളെല്ലാം ചെയ്തത് എന്നുള്ളതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ജാമ്യാപേക്ഷയിൽ പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇനി മേൽക്കോടതിയെ സമീപിക്കാൻ ാണ് പത്മകുമാറിൻ്റെ നീക്കം. ഈ കേസുമായി ബന്ധപ്പെട്ട് കൊല്ലം വിജിലൻസ് കോടതി ഇതുവരെ ആർക്കും ജാമ്യം അനുവദിച്ച് നൽകിയിട്ടില്ല എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. ഇനിയുള്ള ദിവസങ്ങളിൽ മറ്റ് നടപടികളിലേക്ക് കൂടെ കടക്കുകയാണ്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യ ഹർജി പരിഗണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സുധീഷ് കുമാറിൻ്റെ ജാമ്യ ഹർജിയിൽ വിധി പറയുന്നുണ്ട്. അങ്ങനെ ഓരോ നടപടിക്രമങ്ങളായി തുടരുകയാണ്. പക്ഷേ അന്വേഷണം എത്തി നിൽക്കുന്നത് പത്മകുമാറിൽ മാത്രമാണ്. മറ്റുള്ളവരുടെ പേരുകളടക്കം പറയുന്നുണ്ടെങ്കിലും രാഷ്ട്രീയ നേതൃത്വത്തിലേക്കോ അല്ലെങ്കിൽ മന്ത്രിമാരിലേക്കോ അന്വേഷണം എത്തുന്നില്ല എന്നുള്ളതും നോക്കിക്കാണേണ്ടതാണ്.